ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ സ്ഥാപനം നമ്മൾ തുടങ്ങാൻ ഇത്തിരി ലേറ്റായി പോയി. നമുക്ക് ആ ഒരു ചിന്തയൊന്നുമില്ല. ചില ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ചില ചരിത്ര നിയോഗം മൂലമാണ്. ഇത് 24-ൻ്റെ ഒരു നിയോഗമാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. കാരണം വിദേശ നാടുകളിലേക്ക് ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നേടി അവർ വിദേശത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ IELTS കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ കോഴ്സ് നിങ്ങൾക്ക് അറിയുന്ന പോലെ 12,000 രൂപ കൊടുത്ത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നൊരു കോഴ്സാണ്. അതാണ് നമ്മൾ പൂർണ്ണമായും സൗജന്യത്തിലാക്കിയത്. കാര്യം അത്യാവശ്യം വീട്ടിൽ സമ്പത്തില്ലാത്ത കുട്ടികൾക്ക് കൂടി വിദേശ ഭാഷകൾ പഠിക്കാനും വിദേശ നാടുകളിലേക്ക് ചേക്കേറാനുമുള്ള ഒരവസരം നിങ്ങൾക്ക് നൽകുകയാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാരണം അല്ലാതെ ഇതൊരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ 12,000 രൂപ സൗജന്യമാക്കി നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല. കാരണം എല്ലാ തരം സാമ്പത്തിക ശാസ്ത്രമുള്ള ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റണം. പിന്നീട് നമ്മളുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് ഒരു കുടുംബ അന്തരീക്ഷം സ്ഥാപനത്തിൽ ഉണ്ടാക്കാനാണ്. 24 ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. അപ്പം നമ്മളിപ്പോൾ മോർണിംഗ് ഷോ മുതൽ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് മോർണിംഗ് ന്യൂസ് മുതൽ നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ 85 ലക്ഷം കേബിൾ ഭവനങ്ങളിലിരുന്ന് ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നതും വളരെ ഉത്തരവാദിത്വം, നമ്മൾ തമാശയൊക്കെ പറയും, പക്ഷെ എന്നാലും വളരെ റെസ്പോൺസിബിളായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ IELTS കോഴ്സ് പഠിപ്പിക്കുന്ന ശ്രീ വിജയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു മനസ്സിൽ കാണുന്നത് നമ്മുടെ കുട്ടികൾക്ക് ധന്യമായ ഒരു വിദ്യാഭ്യാസം ലഭിക്കണം, അതിലൂടെ അവർക്ക് വിദേശ നാടുകളിൽ സുരക്ഷിതമായി പോകണം, അവിടെ ഭാഷ അവർക്കൊരു അന്യതാബോധം ഉണ്ടാക്കരുത് എന്നൊക്കെയുള്ള ഒരാഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ഈ കുടുംബങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ദൗർബല്യം അമ്മമാരാണ്. കാര്യം ഞാൻ ഈ 24-ലൊക്കെ ഈ മോർണിംഗിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ അമ്മമാരുടെ ഒരു സാന്നിധ്യം എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം അമ്മമാരാണല്ലോ ജീവിതത്തിലെല്ലാം. നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും ഒരമ്മയുടെ ഗർഭപാത്രത്തിലാണ് നമ്മളെല്ലാം പിറവി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അമ്മയെ വിട്ടൊരു കളി നമുക്കില്ല. അതുപോലെയാണ് അച്ഛനും ബാപ്പയും അപ്പച്ചനും ഒക്കെ. നമ്മളപ്പോൾ അവരുടെ ഭയപ്പാടുകളില്ലാത്ത ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് ഞങ്ങൾ കരുതുന്നു.